everyone, welcome back to my YouTube channel Sachu Foodie. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മൾ മട്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. അവിടെ നല്ല വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയം ഒരു 3:30 ആയിട്ടോ. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോഴത്തേനും ഒരു 4 മണിയൊക്കെ ആകും. അപ്പോൾ അവിടെ എത്തുമ്പോൾ കറക്റ്റ് സൺസെറ്റിന്റെ സമയക്കും. അപ്പോൾ കാണാൻ നല്ല രസം ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടി അത് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫോൺ വയ്ക്കുന്നത് കാണാം. അവിടേക്ക് ഒരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സിൻ്റെ ട്രാവലൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അവിടെ നേരത്തെ എത്തുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ കുറച്ച് ലേറ്റായി പോയി. പോണ വഴിക്ക് നല്ല കാപ്പിൻ്റെ കുരുകളും പിന്നെ അതിൻ്റെ ഫ്ലാസും ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിർത്തി ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. അവിടെ നിർത്തിയൊക്കെ അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു. പിന്നെ പാടന്തര ആ സൈഡൊക്കെ എത്തിയേക്കും ഫുള്ള് കൃഷിയായിരുന്നു കേട്ടോ. ഫുള്ള് ഈ വാഴ കയ്പക്കൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ 3 ഡിവിഷനിൽ എത്തിയിരുന്നു. അപ്പോൾ ലിച്ചുക്ക് മുട്ടായി വന്നിട്ട് ഒരു കടയിൽ കയറി ഒരു മുട്ടായി മേടിച്ചു. എനിക്ക് ഓൾറെഡി മുട്ടായി തിന്നിട്ട് ഫുള്ള് പല്ല് പൂച്ചിപ്പല്ല് വയ്ക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ അട്ടി എത്താനായി കാട് മാതിരി ഒരു സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അങ്കിളുണ്ടായിരുന്നു. അങ്കിളിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് ചോദിച്ചപ്പോൾ ആ പോവാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഇറങ്ങി ഞങ്ങൾ നടക്കാൻ നിർത്തി. എന്നാൽ ഓൾറെഡി ഡാൻസ് പ്രാക്ടീസൊക്കെ ആയിട്ട് കാലുവേദന ആയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ നടന്ന് കുഴഞ്ഞിട്ടോ. ഈ അങ്കിൾ ഇതിനെ പിടിക്കണുണ്ട്, ഒരു പേടിയില്ലാതെ പിടിക്കാൻ. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പേടിച്ചിട്ട് വണ്ടി നിർത്തിയിട്ടായിരുന്നു. കുറേ ബഫലോസിനെയും പിന്നെ കളർ ഫിഷ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ലിച്ചു കളിക്കായിരുന്നു കേട്ടോ. ഈ സ്ഥലത്തേക്കായിരുന്നു കയറാൻ നിന്നത്. അവിടെ ഒരു കുഴി മാതിരി ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കയറിയില്ല കേട്ടോ. പിന്നെ ഇവിടെ ആ മണ്ണൊക്കെ താഴോട്ട് വന്നിരുന്നു പൊട്ടിയിട്ട്. പിന്നെ എപ്പച്ചും വിളിച്ചു മെല്ലെ ഞങ്ങളങ്ങനെ പതിയെ ഇങ്ങനെ കയറി. അപ്പോൾ എനിക്ക് നടക്കാൻ വയ്ക്കായിട്ട് പതിയെ കയറി. മെച്ചി ലിച്ചൊക്കെ മുമ്പിൽ പോയി കേട്ടോ. പുലിൻ്റെ കാൽത്തടം, പുലിൻ്റെ കാൽത്തടാണോ നായിൻ്റെ കാൽത്തടാണോ എന്തോ ഒരു കാൽത്തടം, അതായത് ഒരു കാൽത്തടം. ഡ്രൈ ആയിട്ടുള്ള ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ അവിടുന്ന് പറിച്ചു കേട്ടോ. ഇത് വലുതായിരുന്നു, താഴെ ഉണ്ടാവുമായിരിക്കും. അവിടെ ഞാൻ കാണിച്ചു തരാം. ആ സാധനമാണിത്. ഇത് വലുതാണ്. അത് അവിടെ കാണുന്ന സാധനം അതാണിത്. ഈ സാധനം അത്. അപ്പോൾ അത് ഞാൻ പറിച്ചിട്ട് ചെറുതാക്കി. അവിടെ 2-3 ഫാമിലി അതുകൊണ്ട് 2 കുട്ടികൾ, 2 ഒരു ഉമ്മിപ്പിയുണ്ട്. ആ ഭാഗത്താണ് ശരിക്കും പോകേണ്ടത്. ആ ഭാഗത്ത് അവിടെ ഒരു കടഞ്ഞ് കയറിയിട്ട് ആന വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റില്ല. നാട്ടിൽ നല്ല സ്ഥലമാണ്. അപ്പോൾ അവിടെ കയറാൻ പറ്റില്ലാണ്ട് ഞങ്ങൾ ഇവിടെ കയറി. റാക്കോടാണ്, റാക്കോട്, ദേവർശ്വര റാക്കോട്. അപ്പോൾ അന്ന് ആ സമയത്തൊന്നും നമുക്കറിയില്ല. അന്നൊക്കെ ചെറിയ കുട്ടികളാണ്. 8ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോഴാണ്. 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ചെറിയ കുട്ടികളാണ്. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ വേണം പോകാൻ. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോയി ഇതേമാതിരി ഇങ്ങനെ ഭയങ്കര ഫോറസ്റ്റ് കയറാം. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട് വേണം അങ്ങോട്ട് കയറാൻ. സൂചിമല വന്നിട്ട് നമ്മൾ കയറുകയാണെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ കല്ലുകളുണ്ടാകാം. അങ്ങനെ കുത്തനെ കയറ്റാം. അപ്പോൾ അതിൻ്റെ മേലെ കയറണം. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഒരു 10 ചെക്കന്മാരുണ്ടാവും. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോകും. അതായത് കയറിയത് ഞങ്ങൾ 3 ഒരാൾ ഞാൻ കേട്ടോ. ആ കയറിയ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഞാൻ പറ്റുമെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഏത് ഫോട്ടോ ഉണ്ട് ആ സൂചിമലത്തിന് നേരെ എടുത്ത ഫോട്ടോസ് ഇതിൽ പറ്റുമെങ്കിൽ ഞാൻ ഇടും. ഓക്കെ, അപ്പോൾ അതാണ് സൂചിമലൻ്റെ സ്റ്റോറി. എനിക്ക് ശരിക്കും ഉപ്പച്ചി ഇങ്ങനെ പോയി എന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ. ഉപ്പച്ചി ഇങ്ങനെ ക്ലാസ് വിട്ടൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് ഉപ്പച്ചിൻ്റെ ടീച്ചേഴ്സൊക്കെ കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഈ പ്രാവശ്യവും വന്നപ്പോൾ അവിടെ ഒരു കുഴി കടങ്ങ് കയറിയതുകൊണ്ട് ആന വരാതെ കടങ്ങ് കയറിയതുകൊണ്ട് ഈ പ്രാവശ്യവും അങ്ങോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുക എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ആൾക്കാർ കുട്ടികളെ കയറ്റി പോയി അപ്പുറത്ത് ഫാമിലി ആയിട്ട് ഒരപ്പുറത്ത് പോയിട്ട് വരുന്നുണ്ട്. നമുക്ക് പോകാമായിരുന്നു. ഇനിയിപ്പോൾ ടൈം ലേറ്റായി ഇരിക്കുന്നത്. പുലിനെ കണ്ടാൽ പിന്നെ ഇവൻ ശരിയാക്കി കൂടും. പുലിനെ ആട്ടി കൂടും അല്ലേ? ഇവനെ കണ്ടാൽ പുലി ഓടും. അപ്പോഴത്തേക്കും അപ്പുറത്തെ സൈഡിലേക്ക് പോയ ആ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചോദിച്ചു അങ്ങനെ പോകാൻ പറ്റുമെന്ന്. അപ്പോൾ അവർ ആ കുഴിയിലോട്ട് ചാടിയിട്ട് പിന്നെ മേലോട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സൺസെറ്റിൻ്റെ സമയമൊക്കെ ആകുമ്പോഴാണ് എത്താൻ. അപ്പോൾ ഇതാ സൺസെറ്റ് ആയി. അപ്പോൾ ഇതാ കണ്ടില്ല, നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു കേട്ടോ. 2-3 പ്രാവശ്യം ആ കുന്നമ്മക്ക് വന്നിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഏതായാലും ഞങ്ങൾ ഇനി തിരിക്കുകയാണ്. ബൈ. വീണ്ടും ഒരു പുതിയ വീഡിയോ എത്തി കാണുന്നവരെ ബൈ.